ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. അതൊന്നല്ല, നമ്മൾ കുക്കിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതപ്പൊടി വെച്ചിട്ടാണ്. അത് വെച്ചിട്ടൊരു സിമ്പിളായിട്ട് നമ്മൾ ചെറിയ കുട്ടികളൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് തിന്നുന്നൊരു ഇഷ്ടപ്പെട്ട് തിന്നുന്ന ഒരു സംഭവമാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. കുറച്ച് ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ആണ് നമുക്കൊരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നമ്മളെ കുക്കിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ വേണ്ടത് അമൃതം പൊടിയാണ്. നമ്മൾ അമൃതം പൊടി ഒരു പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഒരു ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് കട്ടയായി പോകും. നമ്മൾ കുറച്ച് കട്ടയായി പോയിട്ടുണ്ട്. സാരമില്ലാതെ ഒന്നിങ്ങനെ കൊത്തിയെടുത്താൽ മതി, അത് സംഭവം സെറ്റായിക്കോളും. ഇതൊന്ന് കുറച്ച് നല്ലോണം വറുത്തെടുക്കണം. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് നേരത്തെ തീ കത്തിച്ചിട്ടുണ്ട്. അപ്പം ഇത് നമ്മളിപ്പോൾ പാകത്തിന് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു തരി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടോ നോക്കാം. അപ്പം നമുക്ക് മനസ്സിലാവുന്നത് റെഡി ആയിട്ടുണ്ടെന്ന്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇവിടെ കറണ്ട് ഒന്ന് ചെറുതായിട്ട് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് അത്ര ക്ലിയർ ഇല്ലാത്തത്. അപ്പോൾ നമ്മളിത് കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം നല്ലോണം ഇളക്കിയതിന് ശേഷം മാത്രമേ പ്ലേറ്റിലേക്ക് ഇടാൻ പാടുള്ളൂ കേട്ടോ. സൈഡൊക്കെ ഒന്നായിട്ട് നോക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇവിടെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഞാനിപ്പോൾ മാറ്റുന്ന ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറേയൊക്കെ പറ്റി കിടക്കും. അതൊക്കെ നമുക്കൊന്ന് പൊരിച്ചു വെക്കാം. നമ്മൾ അമൃതം പൊടി എടുത്തത് 3/4 കപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണ്ടവർക്ക് അതിന് കൂടുതൽ എടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇതാ, അപ്പോൾ നമ്മളുടെ ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ അത് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ കടലയാണ്. നമ്മളൊരു പാക്കറ്റ് വാങ്ങിയതാണ്. ഇനി നമുക്ക് ഇതാണ് യൂസ് ചെയ്യേണ്ടത്. നമുക്കിതൊന്ന് മുറിച്ചൊരു ബൗളിലേക്ക് ആക്കി കൊടുക്കാം. അപ്പം നമ്മൾ പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ കടല നല്ല പാകത്തിന് ഒന്ന് വറുത്ത് വരണം. അതുവരെ നമ്മൾ വറുക്കണം കേട്ടോ. നമ്മൾ തീ കത്തിക്കാൻ ഒന്ന് ചൂടായിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഈ കടല ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട്സ്, നമ്മൾ ഈ കടല എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ എടുത്തത് കുറച്ച് തോനെ എടുത്തിട്ടുണ്ട്. കാരണം കടല അതിലേക്ക് ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് തോനെ ചെയ്താൽ കുറേ നല്ലതായിരിക്കും. അപ്പം നിങ്ങൾക്ക് വേണ്ടത്ര നിങ്ങൾക്ക് എടുക്കാം. ഒരു 3/4 കപ്പാണ് നമ്മൾ ഈ ഒരു കടല എടുക്കേണ്ടത്. പക്ഷെ ഞാൻ അതിലും കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വറക്കാൻ ആയി വരുന്നുണ്ട്. നമുക്ക് എടുക്കാനായി വരുന്നുണ്ട്. കുറച്ചുകൂടി നമുക്കൊന്ന് ആക്കി കൊടുക്കാം. ഒരു സ്മെല്ല് വരും, അപ്പോൾ മാത്രമേ നമ്മൾ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. നമ്മളെല്ലാം സ്മെല്ല് വന്നിട്ടുണ്ട്. നമ്മളിത് എടുക്കാൻ പോവാണ്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് വെക്കാം.
ഇതിപ്പോൾ നമ്മൾ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് ആണ്. നമുക്കിത് ഇതിലേക്ക് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ചൂട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കാരണം ഇത് ചൂട് പോയിട്ട് വേണം നമുക്കിതിൻ്റെ തൊലി എടുക്കാൻ. തൊലി നമുക്ക് വേണ്ടവർക്ക് മാത്രം എടുത്താൽ മതി കേട്ടോ. തൊലി ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഇനി തൊലി പോക്കേണ്ടവർക്ക് മാത്രം ഇത് പോക്കിയാൽ മതി. അപ്പം നമ്മൾ പോക്കുന്നില്ല. നമ്മൾ പോക്കാതെ തന്നെ നമുക്കിത് ഒരു മിക്സിയിൽ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ബട്ട് ഇത് ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ മിക്സിയിലേക്ക് ഇടുന്നതായിരിക്കും നന്നാവുക. അല്ലാതെ ഇത് ഒന്ന് റെഡി ആകത്തില്ല. നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സിയിലേക്ക് പൊടിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ കുറച്ച് അമൃതം പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറി. ഓക്കെ, നമുക്ക് കുറച്ച് ലംബോടി ഇട്ട് കൊടുക്കാം. നമുക്ക് കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് പൊടിച്ചെടുക്കാം. ഫ്രണ്ട്സ്, അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. എന്നോട് എൻ്റെ ക്ലാസ്സിൽ ഞാൻ പറയും ഇങ്ങനെ സാധനം ഉണ്ടാക്കിയൊക്കെ പറയും. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കും ഇതാരും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോയെന്ന്. എൻ്റെ ഫ്രണ്ട്സ് ആരും ഹെൽപ്പ് ചെയ്യാറില്ല. എനിക്ക് ഇഷ്ടമുള്ളപ്പം കുക്കിംഗ് ചെയ്യും. അപ്പം എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. അങ്ങനെയാണ് ഞാൻ സ്വതവേ ചെയ്യാറ്. നമുക്ക് അടിച്ചെടുക്കാം. അതുപോലെ തന്നെ എന്നോട് ആരും പറയാറില്ല ഫ്രണ്ട്സ് കുക്ക് ചെയ്യാൻ. ബട്ട് ഞാൻ ബെസ്റ്റ് തന്നെ കുക്ക് ചെയ്യാറ്. നമുക്ക് മിക്സ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ അടിച്ചെടുത്ത കടലക്കയും അതുപോലെ തന്നെ അമൃതം പൊടിയും നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, അധികമായിട്ടും കട്ടയായിട്ടായിരിക്കും വരിക. നമ്മളൊന്ന് ചെറുതാക്കി പൊട്ടിച്ചെടുത്താൽ മതി. നമ്മൾ കടല അധികം ഒന്നും എടുത്തിട്ടില്ല. ആവശ്യമുള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ സാധനം ഇതാണ് പൊട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റത്തെ ഇൻഗ്രീഡിയൻ്റാണ്. ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റുമാണ് ഇതിൻ്റെ പ്രധാനം. നമ്മൾ ലാസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒരു പാന് നമ്മൾ ഇതുപോലെ വെക്കുക. അതിനുശേഷം ഇതൊന്ന് ചൂടായി വരണം. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേണ്ടത് ഷുഗറാണ്. നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മതി ഷുഗർ, ഇത്രയൊക്കെ മതിയാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വാട്ടർ ആഡ് ചെയ്യണം. നമ്മളൊരു ചെറിയ രീതിക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. ഓക്കെ, ഇത് മതി. ഓ മൈ ഗോഡ്, ഇത് പെട്ടെന്ന് തന്നെ കട്ടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
കളക്ഷൻ നമുക്ക് ഞാൻ വാട്ടർ എടുക്കുന്ന നേരം കൊണ്ട് ഫുൾ കട്ടായിപ്പോയി. സാറില്ല, നമ്മൾ റെഡിയാക്കിയേക്കാം. അപ്പോൾ നന്നായി ഇളക്കിയാൽ തന്നെ നമ്മൾ ഇതിൻ്റെ കട്ടയൊക്കെ പോവും. നല്ലോണം മെച്ചായി വരണം. നമ്മളൊരു ബ്രൗൺ കളറാകുമ്പോഴാണ് ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കേണ്ടത്. ഫ്ലെയിം ഓഫാക്കണ്ട, ഓഫാക്കണ്ട. നമ്മളിത് ചെയ്യുന്ന രീതി നന്നായി, അപ്പം ഓഫാക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ഫ്ലെയിമിൽ സിമ്മാക്കിയിട്ടാണ് നമ്മൾ സിമ്മാക്കി ഒരു ബ്രൗൺ കളറാവുന്ന സമയത്ത് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഒരു ബ്രൗണിഷ് കളറ് ആയിട്ടുണ്ട്, കുറച്ചൊരു ബ്രൗൺ ആവണം. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കളറ് മാറി വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് വാട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിച്ച അമൃതം പൊടിയും കടലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, പാടുള്ള കാര്യം ഇതിനിങ്ങനെ അതിലേക്ക് മിക്സ് ചെയ്ത് വരണം. അപ്പോൾ ഇതാ നമ്മൾ അയച്ചത് അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാനിലേക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്കൊന്ന് നേരെ ഒരു ഇതിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യണം, ഇങ്ങനെ കട്ട് ചെയ്യണം. ഇതായത് നമ്മളൊന്ന് ലൈൻ ഇട്ട് കൊടുക്കണം, കാരണം ഇതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇത് കട്ടാവും. അപ്പോൾ നമുക്ക് ലൈൻ ഇടാൻ വേണ്ടി പറ്റത്തില്ല. നമ്മൾ ഇതിങ്ങനെ മാറ്റി കൊടുക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു അമൃതപ്പൊടി കൊണ്ടുള്ള ഒരു കുട്ടികൾക്കൊക്കെ തിന്നാൻ രീതിയിലുള്ള സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളത് ചൂടുള്ളതുകൊണ്ടാണ് നമ്മൾ കൈ കൊണ്ട് എടുക്കാത്തത്. അപ്പോൾ നമുക്കത് തിന്ന് നോക്കിയിട്ട് ഇതിൻ്റെ റെസിപ്പി പറയാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതൊന്ന് ഈറ്റ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയുണ്ട്, നമ്മൾ രസമുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഭയങ്കര ചൂട് ഫ്രണ്ട്സ്. സൂപ്പറാണ്, ഞാൻ വെറുതെ പറയില്ല, സത്യമായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര ഇഷ്ടം. മധുരവും കടലക്കയും അതുപോലെ തന്നെ അമൃതം പൊടിയും എല്ലാം കൂടി മിക്സ് ആയപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യുക. ഇപ്പോൾ നിങ്ങളെ വീട്ടിലുകളിൽ ഒന്നും ഇല്ലെങ്കിൽ അടുത്ത വീട്ടിലുകളിൽ കുറച്ച് ചെറിയ ആൾക്കാർ അംഗനവാടിയിലെങ്ങാൻ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അമൃതം പൊടി കിട്ടും. അപ്പോൾ നിങ്ങൾ അമൃതം പൊടി വാങ്ങിക്കാം. എന്നിട്ട് ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ അത്രയേ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട്. ചേട്ടാ, എൻ്റെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ചേട്ടാ, ബൈ.